ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ല ഇടിവട്ട് ബാഡ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് നല്ല പോലെ നമ്മുടെ HDFC ക്രെഡിറ്റ് കാർഡ് ഡീവാല്യൂ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാ HDFC ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡിനും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ EMI ആയിക്കോട്ടെ, റെന്റ് പേയ്മെന്റ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലും സാധനം നല്ല പോലെ ഡീവാല്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ HDFC ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കും. വീഡിയോ ഫുള്ള് കാണാൻ മറക്കണം. നമ്മൾ മാക്സിമം ഷോർട്ടായിട്ട് തന്നെ പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും ഗാഡ്ജറ്റ് കമ്പാരിസൺ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കണ്ടവരും ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം, മറക്കണ്ട കേട്ടോ. ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ വെബ്സൈറ്റ് നോക്കാനും മറക്കണ്ട. jmv.banksupport.in. നിങ്ങൾക്ക് അതുകൂടെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്ലൈ ചെയ്യാം, സോറി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 1 തൊട്ടാണ് ആക്ച്വലി ഈ അപ്ഡേറ്റ്സുകളൊക്കെ വരാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് യൂട്ടിലിറ്റി ട്രാൻസാക്ഷന് വരുന്ന റിവാർഡ് പോയിന്റുകളൊക്കെ ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. 2000 പോയിന്റ്സ് ആണ്, മാക്സിമം പോയിന്റ്സ് ആണ് ഇപ്പോൾ ഒരു മാസത്തിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. അത് നല്ലൊരു ഇടിവട്ട് സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിൽ പേയ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് ഇത് എല്ലാ ക്രെഡിറ്റ് കാർഡ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, ചില ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ ഉള്ളൂ. അതിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഇട്ടുണ്ടായിരുന്നു. നല്ല ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ബില്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. യൂട്ടിലിറ്റി ബിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ നല്ല എമൗണ്ട് വരുന്ന ബിൽസുകളൊക്കെ അറിയാം. അപ്പോൾ അതടിക്കുമ്പോൾ നമുക്ക് നല്ല റിവാർഡ് പോയിന്റ് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ മാക്സിമം നമുക്ക് 2000 പോയിന്റ്സേ ഒരു മാസം എടുക്കാൻ പറ്റുള്ളൂ. അത് നല്ലൊരു ബണ്ടാർ ഡിവാല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് യൂട്ടിലിറ്റി ആൻഡ് ടെലികോം സെക്ടറിൽ വരുന്നതും കേബിൾ ട്രാൻസാക്ഷൻ വരുന്നതിലൊക്കെ അതിലും നമുക്ക് ഈ 2000 റിവാർഡ് പോയിന്റ് ട്രാൻസാക്ഷൻ ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും നമുക്ക് മാക്സിമം 2000 റിവാർഡ് പോയിന്റ് മാത്രമേ നമുക്ക് ഒരു മാസത്തിൽ നേടാൻ പറ്റുള്ളൂ. അതും ബോർ പരിപാടി തന്നെയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പേയ്മെന്റ് മെയ്ഡ് ത്രൂ തേർഡ് പാർട്ടി ആപ്പ് ലൈക്ക് ക്രെഡ്, ചെക്ക്, മൊബിവിക്ക് അങ്ങനത്തെ ഇതിൽ കൂടെ ചെയ്യുന്ന എന്താ പറയുക എഡ്യൂക്കേഷൻ പേയ്മെന്റ്സിനൊന്നും നമുക്ക് ഇനി റിവാർഡ് പോയിന്റ് കിട്ടില്ല. അതുപോലെ തന്നെ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷൻ പേയ്മെന്റ്സ് മെയ്ഡ് ഡയറക്ട്ലി ത്രൂ കോളേജ് ഓർ സ്കൂൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ POS മെഷീൻ ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ EMI ട്രാൻസാക്ഷൻ ഫീസ് കൂടിയിട്ടുണ്ട്. 299 രൂപ പ്ലസ് GST ആക്കിയിട്ടുണ്ട് ഇപ്പോൾ EMI പ്രോസസ്സിംഗ് ചാർജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും നല്ലോണം എഫക്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് EMIയിൽ നല്ല ഡിസ്കൗണ്ട്സുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആപ്പിൾ പ്രൊഡക്ട്സിനും അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നല്ല ഡിസ്കൗണ്ട്സുകൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന പരിപാടി ആയിരിക്കും EMI HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ. അപ്പോൾ അതിന് ഇവർ പ്രോസസ്സിംഗ് ചാർജ് കൂട്ടി. ഇത്ര കാലം 199 രൂപയ്ക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് 100 രൂപ കൂട്ടി, ഓൾമോസ്റ്റ് ഡബിൾ കൂട്ടി എന്ന് പറയാം. 299 300 രൂപയായി, 300 രൂപ പ്ലസ് GST ആയിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു കിടിലൻ ബാക്ക് ഒരു സ്ലാഷ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ 3-4 ക്രെഡിറ്റ് കാർഡ് ഉണ്ട് HDFC, പക്ഷേ ഞാൻ മെജോറിറ്റി ഉപയോഗിക്കുന്നത് ടാറ്റ ന്യൂ കാർഡാണ്. അത് നമ്മുടെ എൻ്റെ റുപേ കാർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ UPIയിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലാണ്ട് ബാക്കി വേറെ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഇപ്പോൾ HDFC തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എല്ലാ ബാങ്കും വഴി പിന്നാലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ഏത് ആപ്പിൽ കൂടെ നമുക്ക് അടയ്ക്കാൻ പറ്റൂട്ടാ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ BBS പേയ്മെന്റ് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് എല്ലാ തേർഡ് പാർട്ടി ആപ്പിൽ കൂടെ അടയ്ക്കാൻ പറ്റുന്നതില്ല. അതായത് ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാ ബാങ്കിന്റെയും ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് ഇപ്പോൾ എല്ലാ ആപ്പിൽ കൂടെ അടയ്ക്കാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ക്രെഡ് തന്നെയാണ്. നിങ്ങളോട് തേർഡ് പാർട്ടി ആപ്പിൽ കൂടെ ബില്ല് അടയ്ക്കുന്നുണ്ടെങ്കിൽ ക്രെഡ് തന്നെയായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വെച്ചാൽ ഞാനിപ്പോൾ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കുന്നത് കറക്റ്റ് ഒരു 99% അടയ്ക്കുന്ന ബില്ലും അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അതായത് UPI പേയ്മെന്റ്സ് ത്രൂ ആണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ബില്ല് വരുന്നുണ്ട്. ഞാൻ എല്ലാ ബാങ്കിന്റെയും ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ക്രെഡിറ്റ് ആപ്പ് ത്രൂ ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ അതിലാകുമ്പോൾ മാക്സ് നോക്കി, ഞാൻ ആക്സിസ് ബാങ്ക് നോക്കി, HDFC ബാങ്ക് നോക്കി, എല്ലാം അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. എന്താ വെച്ചാൽ നമുക്ക് ക്രെഡിന്റെ അക്കൗണ്ട് തുടങ്ങാൻ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാണെന്ന് വെച്ചാൽ അവർ സിബിൽ സ്കോർ നോക്കുന്നുണ്ട്, അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ അത് എലിജിബിലിറ്റി ഇല്ലാത്തവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ലിങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വല്ല ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ ഞാൻ കൊടുത്ത ലിങ്ക് കൂടെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് HDFC ബാങ്കിനെ ഫുള്ള് തല്ലിക്കളയാനും പറ്റില്ല. എന്ന് വെച്ചാൽ ഇവരെല്ലാം ചാർജ് കൂട്ടിയ സ്ഥിതിക്ക്. പക്ഷേ ഇവർ കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡിലെ ഓഫർ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ വേറെ ബാങ്കുകളൊന്നും കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക് സെക്ടറിൽ അല്ലെങ്കിൽ മൊബൈൽസിൽ അങ്ങനത്തെ സാധനത്തിലൊക്കെ ഈ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. മിക്ക ടൈമിലും 10% ഓഫ് മിക്കതും വരാറുണ്ട്, പ്രത്യേകിച്ച് ആപ്പിളിനും ഐഫോൺസിനൊക്കെ.
അപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന പിന്നാലെ പോകുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ നല്ല എടുത്തു വെക്കുന്നത് ഒരു കാർഡ് എപ്പോഴും HDFC ബാങ്കിലെ കാർഡ് എന്നുള്ളത് നല്ലത് തന്നെയാണ്. നമുക്ക് എപ്പോഴാണ് ഓഫറിൽ നമുക്ക് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. 10% ഡിസ്കൗണ്ട് കിട്ടുന്ന കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫോം വാങ്ങിക്കുമ്പോൾ 10% ഓഫർ കിട്ടി കഴിഞ്ഞാൽ ചിലർ സംഭവം നല്ലല്ലോ. അത് EMI ആയിക്കോട്ടെ നോൺ EMI ആയിക്കോട്ടെ രണ്ടായാലും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ഉൾപ്പെടുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളിതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും കമ്പാരിസണും സംഭവിക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവർ പോയി കണ്ടു നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം. ബൈ.